രാവിലെ മുതൽ നല്ല പാചകപ്പോരയിലാണ് ചേട്ടൻ കാലത്ത് എഴുന്നേറ്റ് വന്നത് സവാളയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കണുണ്ട് എന്നെ പോയി കാക്കൻ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. രാഗസാന്ദ്രമായിട്ട് നമ്മളുടെ അടുക്കള രാഗസാന്ദ്രമായിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് മ്യൂസിക് ഡയറക്ഷൻ മ്യൂസിക് കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദീപക് ദേവ് പറന്നുപോയി. എന്തോ ഒന്നില്ലെങ്കിൽ മുൻജന്മ ബന്ധമുള്ള ആരോ ആണ്, അങ്ങനെ ഞാൻ വിശ്വസിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ കാക്കേൻ്റെ പുറത്ത് ഇങ്ങനെ മാറാണ്ട് ഇങ്ങനെ നടക്കണത് അതുകൊണ്ടായിരിക്കും എന്ന് വേണം. എങ്ങോട്ട് പോയി അപ്പോൾ തന്നെ വരും. നല്ല തകർപ്പം മഴയായിരുന്നിട്ട് ഇന്നലെ, അതുകൊണ്ട് തന്നെ നല്ലോണം ഇലയൊക്കെ വീണ് മൊത്തം ഒന്ന് നനഞ്ഞ പൊടിയൊക്കെ പോയി നല്ല സെറ്റായിട്ട് കിടക്കണ്ട കേട്ടോ മുറ്റം. ഇനി പഠിക്കാൻ നല്ല സുഖമാണ്. ഇതേ ഇരിക്കണം നമ്മുടെ ദീപക് ദേവ്. അപ്പം അനീഷേട്ടൻ്റെ കോഴിക്കറിയാണ് ഇന്ന്. സവള പച്ചമുളക് ഇഞ്ചി ഭാവം തന്നെ വൃത്തിയാക്കി തന്നെ കട്ട് ചെയ്ത് ഇതേ ചെയ്യണ്ട കേട്ടോ. ഇന്ന് നല്ല സ്വഭാവം തോന്നണം. പണിയെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കയറി വെക്കണം. രാവിലെ മുതൽ ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു കേസ്. ഞാൻ വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ എമ്മക്കുട്ടിനെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എമ്മക്കുട്ടിനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ റിട്ടേൺ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കണം. അപ്പൊ പിന്നെ ഞാനിനി എന്ത് ചെയ്യും? എമ്മക്കുട്ടിനെ കൊണ്ട് നടക്കാനായിരിക്കാനോ പറ്റൂലല്ലോ, അവനെ പിടിച്ചുകൊണ്ട് നടക്കട്ടെ. അങ്ങനെ ഞാൻ രാവിലെ മുതൽ കുത്തിക്കെട്ടി ഇരുന്നിരുന്ന് അവസാനം കസ്റ്റമർ കെയറിന് കിട്ടി. കസ്റ്റമർ കെയറിനോട് സംസാരിച്ച് വീണ്ടും റിട്ടേൺ റിക്വസ്റ്റ് വീണ്ടും ഇട്ട് അങ്ങനെ നമ്മുടെ റിട്ടേൺ റിക്വസ്റ്റ് അപ്രൂവ്ഡ് ആയി ഗൈസ്. വീണ്ടും മാർച്ച് 1-നുള്ളിൽ നമ്മുടെ എമ്മക്കുട്ടിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എമ്മക്കുട്ടിനെ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ ഞാനും എമ്മക്കുട്ടിയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് അനുസരിച്ചും പറഞ്ഞേക്കുന്നത്. നമ്മുടെ വേപ്പിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. നല്ല ഫ്രഷായിട്ട് ഇപ്പോഴും വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. എൻ്റെ പുറകെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടൂലെന്ന് തോന്നിയത് കൊണ്ടാണ് തോന്നിട്ട് പാകം തന്നെ കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ ഓർത്തത്. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രശ്നം നടക്കണ കാരണം ഞാനിങ്ങനെ ടെൻഷനിലായിരുന്നിട്ടാ. പിന്നെ എന്നെ കാത്തതേ കുറേ തുണികൾ ഇങ്ങനെ അതേ നിലത്ത് കിടപ്പുണ്ട്, മൂളിക്ക് കിടപ്പുണ്ട്. ഇതൊക്കെ കല്ലുമ്മ കൊണ്ടുപോയിട്ട് അലക്കാനുള്ളത്, ഇതൊക്കെ മിഷ്യത്തിൽ അലക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് അലക്കാനുണ്ട്. രാവിലെ മുതൽ അലക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അനുസേട്ടൻ കറി നിൽക്കണോണ്ട് കുഴപ്പമില്ല. പിന്നെ ചോറ് വെക്കാനായിട്ട് അമ്മിച്ച് വന്നതെന്ന് വെച്ചോളും. അങ്ങനെ ഞാൻ അലക്കാരംഭിക്കാൻ പോവുകയാണ് കൈ. പിന്നെ കുറേ ദിവസമായാലും എല്ലാവരോടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടൊക്കെ കുറേ നാളായില്ല. അപ്പോൾ എല്ലാവരൊക്കെ എന്നോട് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്താലല്ലേ വീഡിയോസൊക്കെ വേഗം എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എന്നൊക്കെ പറഞ്ഞായിരുന്നാൽ ഞാൻ ഓർത്ത് സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒന്നും ചെയ്യാൻ വരാത്തത്. ഒരു ലോഡ് ഭാവം ഉണ്ടാവും കേട്ടോ അനുസരിച്ച മുഖത്ത് കറി വെക്കണ നേരത്തെ. ആയുധം വെച്ചിട്ടുള്ള കളി ആയതുകൊണ്ടാണ് നമ്മളെ നോക്കാത്തതെന്നാണ് അനുസേട്ടൻ പറയണ കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ സവാളയൊക്കെ ഒന്ന് വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അരിയത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് നല്ലോണം സവാള വാടി നല്ല പോലെ വാടി കിട്ടണം. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ മുട്ട തിളപ്പിച്ച പോലെ ഇരിക്കുള്ളൂ എൻ്റെ കോഴിക്കറി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി ടെൻഷേട്ടൻ്റെ അടുക്കളയിൽ കയറി വെക്കണത്. എങ്ങനെയാണ് കോഴിക്കറി വെക്കണേന്ന് കാണിച്ചിട്ട് അത് പറഞ്ഞിട്ട് കയറി വെക്കേണ്ട. അപ്പോൾ പിന്നെ ഞാനൊത്ത് കാണിക്കട്ടെ എന്ന് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറുള്ളൂ കൈസ്. ഇങ്ങനെ നിന്നപ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ മുഖം ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണുന്നടമൊക്കെ കണ്ട കറുത്ത് മുഖമൊക്കെ മാറി. എൻ്റെ ഭയങ്കര ക്ഷീണമായി പോയി എന്നാണ് കേട്ടോ എൻ്റെ മുഖമൊക്കെ കണ്ടോ. കണ്ണും മോറൊക്കെ കണ്ട മാറിയേക്കണത്. ഭയങ്കര വർക്കാണ് ഗൈസ്. വർക്ക് ഇങ്ങനെ കൂടിയിട്ടൊന്നും പറയേണ്ട ഉറപ്പമില്ല. ടെൻഷൻ ഈ ടെൻഷൻ മുഴുവൻ പിടിച്ചിട്ട് എന്തിനാണാവോ ഇങ്ങനെ പണിയെടുക്കണത്. അപ്പം നമുക്ക് അലക്കാൻ ആരംഭിച്ചാലോ. കല്ലുമിടണം തുണികളൊക്കെ നമുക്ക് അവിടെ തന്നെ ഇങ്ങനെ ഇടാം.
കഴിക്കൂല. അതുവരെ നമ്മൾ ഇങ്ങനെ അഴിച്ചിങ്ങനെ എടുക്കണം. ചില നേരമൊക്കെ ഞാനിത് കണ്ട് ഞാൻ തലമണ്ട അടിച്ചാൽ പൊളിക്കും. തുണിയൊക്കെ നനക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തുണിയൊക്കെ നനക്കാൻ വെച്ച് അതൊന്ന് സോക്കായി വരുമ്പോഴേക്കും നമുക്ക് അലക്കാം. അപ്പോഴേക്കും നമുക്ക് തീറ്റക്കുള്ള പരിപാടിയൊക്കെ ഉണ്ടാക്കട്ടെ, ചെയ്യട്ടെ. ഒരു ട്രിപ്പ് നമ്മൾ അലക്കാനായിട്ട് വിഷയത്തിലിടുന്നുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ലേ പാത്രം, അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇനി പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ അറിയാനൊക്കെ പറ്റും. വേഗം തീർന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ. കുറച്ച് വേപ്പില ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചത്. അങ്ങനെ വേദമില്ല എന്നോർത്തും കൊണ്ടും എട്ടന്റെ കുർബാനക്ക് എല്ലാ പിള്ളേരും വന്നോന്നാണ് പറഞ്ഞത്. അത്ര വലിയ ഇഷ്ടത്തോടെ അല്ലട്ടെ ഞാൻ കല്ലിൻ്റെ എത്തിക്കണം. ഇതാണ് എൻ്റെ അലക്കുകല്ല്. അപ്പം ഈ അലക്കുകല്ലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അടിച്ചടിച്ച് അലക്കേണ്ട വെള്ളം കൊണ്ട് എടുക്കണോണ്ട് തന്നെ ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക്. അങ്ങനെ അലക്കലും ഊരലും വിരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇരിക്കേണ്ട വെള്ളയപ്പം ചിക്കൻ കറിയാണ് ഇന്ന്. വെള്ളയപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ നമുക്ക് അലക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്കൊന്നും ഉണ്ടാക്കാൻ നേരമില്ലെന്ന് പറഞ്ഞ കാരണം വെള്ളയപ്പം പുറത്തുനിന്ന് വാങ്ങിച്ച് പിന്നെ കോഴിക്കറി അനുസരിച്ച് ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്കത് കഴിച്ചാൽ മതി. എന്തായാലും ഈ കോഴിക്കറി ഉണ്ടാക്കി തന്നുകൊണ്ട് വലിയ ഉപകാരമായിട്ട് ഇന്ന്. അങ്ങനെ നമുക്ക് ഒരുപാട് പണികളുടെ ഇടയിൽ കൂടി ഇതും കൂടിയൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടി ആവില്ല. അപ്പോൾ എന്നെ ഇന്ന് കാലത്ത് തന്നെ സഹായിച്ചാരണം രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ വെള്ളയപ്പം കോഴിക്കറിയും കൂടിയൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടികളിലോട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടൊക്കെ ഒന്ന് ഇന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഓർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഞാൻ ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ദിവസം. അങ്ങനെ നമ്മളുടെ മാമാറ്റത്ത് ഞാൻ വീണ്ടും സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നതിന് മുന്നേ വീടിൻ്റെ ആ റൂമൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ ഒന്ന് പുറത്ത് കളഞ്ഞൊന്ന് വൃത്തിയാക്കി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയേക്കേണ്ട. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് അവശതയായി. മുമ്പത്തെ ഇങ്ങനെ കയറിയിരിക്കുന്ന നേരത്താണ് തെങ്ങേറാനായിട്ട് ചേട്ടൻ പോകുന്നത്. അപ്പോൾ 2-3 കരിക്കും കൂടി ഇടിച്ച് വെട്ടി എനിക്ക് അഞ്ചെണ്ണം വന്നിട്ടാ. ഓ ഭയങ്കര ഒരാശ്വാസം കേട്ടോ. നല്ല മധുരമുള്ളത് കരിക്കാറുന്നിട്ടാ. അപ്പം ഇങ്ങനെ ഓരോന്ന് കുത്തിക്കൊണ്ട് വീഴ്ത്തിക്കൊണ്ടിരിക്കണ കാരണം വേഗം ചേട്ടനെ വിളിച്ച് തെങ്ങേറ്റിച്ച്. അപ്പോൾ അതൊക്കെ കൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ ഏമക്കുട്ടി വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ച് ഏമക്കുട്ടീനെ കൊണ്ടുവന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. സൈറ്റിൽ നിന്ന് കയറി വാങ്ങിച്ചുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം ഒറിജിനൽ സംഭവം തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ ബെഡിലൊക്കെ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പെട്രോൾ അടിക്കാൻ ഇറങ്ങിയിട്ടാ. നമ്മളുടെ ഞായറാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നേക്കണോടത്ത് 3 മാവുണ്ട് കേട്ടോ. ആ മാവിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ മാങ്ങി ഉണ്ടാവും. നമുക്ക് പൊട്ടിക്കാനൊന്നും വാദമില്ല, എന്നാലും കാണാണ്ട് പൊട്ടിക്കാലാന്ന് ഓർത്തിട്ട് നോക്കിയപ്പോൾ ഓരോടത്തും ഇല്ല. ഏറ്റവും തുഞ്ചാനത്ത് കിടപ്പുണ്ട് കേട്ടോ. അവിടെ കയറി പൊട്ടിക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. പെട്രോൾ അടിച്ചിട്ട് പോണത് വേറെ ഓരോടത്തോട്ടല്ല കേട്ടോ. നമ്മൾ സ്ഥിരം ഷെയ്ക്ക് കുടിക്കാനായിട്ട് തോന്നുമ്പോൾ വന്നൊരു സ്ഥലമാണ് ഈ ഒരു കടയേട്ടാ. നമ്മുടെ ഒരു ബന്ധക്കാരൻ്റെ ഒക്കെ കടയുടെ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടൊരു സ്ഥലത്താണ് ഈ ഒരു
ഷേക്കിൻ്റെ കട. അവിടെ വന്ന് നമ്മളൊരു ചോക്ലേറ്റ് ഓറിയോ ഷേക്കൊക്കെ പറഞ്ഞ് നമ്മൾ 4 പേരും കൂടി ഇരുന്നിട്ട് ഷേക്ക് കുടിച്ച് ഒടുക്കത്തെ ചൂടുമല്ലേ, അപ്പോൾ ഇന്നൊരു റിലാക്സും കിട്ടുമെന്നൊക്കെ ഓർത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ 20 രൂപ ഉണ്ടാകുന്നുള്ളൊരു ഷേക്കിന്, ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് ഷേക്കിന്. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ രീതിയിൽ തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്. അപ്പോൾ 2 എണ്ണം അവർക്കും വാങ്ങിച്ചു കൊണ്ടുപോയി പോകാമെന്നുള്ളതിൽ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കേണ്ട. അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് പട്ടികളെയൊക്കെ മുഴുവൻ അഴിച്ചിട്ടേക്കണോണ്ട് ഞാൻ കയറാനായിട്ട് കുറച്ച് നേരം സമയമൊക്കെ എടുത്തിട്ട് അങ്ങനെ മൂത്ത മോളും രണ്ടാമത്തെ മോളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് 2 ഷേക്കൊക്കെ കൊണ്ട് കൊടുത്ത് അവർ ഹാപ്പി ആയിട്ട് രാത്രി പ്രതീക്ഷിക്കേണ്ടതിന് ഷേക്ക് കിട്ടി കഴിഞ്ഞപ്പം